ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ദൈവത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ലഭിക്കുന്നത് സഹനങ്ങളാണ് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിനു വേണ്ടി നീ സഹിക്കുന്നത് നിന്റെ ജീവിതത്തില് സന്തോഷത്തിന് കാരണമായിട്ട് തീരും എന്നുള്ള ഒരു ഉറപ്പ് കൂടെ എൻ്റെ ദൈവം എനിക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ, ഞാൻ ദൈവത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുവല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തില് ഇത്രയേറെ സഹനങ്ങള്, ഇത്രയേറെ വേദനകള്? പലപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് വേദനയോടുകൂടി നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാ ഇത്ര വേദന നീ എനിക്ക് തരുന്നത്? നീ എന്നെ ഉപേക്ഷിച്ചോ? പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് ഉയരുന്ന ഒരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് ഈശോ കൃത്യമായിട്ട് പറയുന്നേ, നീ എനിക്ക് വേണ്ടി സഹിക്കുന്നതൊന്നും ഒരിക്കലും പാഴായി പോവില്ല. നിന്റെ ജീവിതത്തില് ഈ ദുഃഖങ്ങളെല്ലാം സന്തോഷമായിട്ട് മാറും. കാരണം നീ എനിക്ക് വേണ്ടിയാണ് സഹിക്കുന്നതെങ്കിൽ ആ സഹനത്തിനപ്പുറം നിനക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കാനായിട്ട് നീ ആഗ്രഹിക്കുമ്പോൾ ഒന്നോർക്കുക, സഹനങ്ങളും വേദനകളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ അവയിലൊന്നും പതറിപ്പോകാതെ, വീണു പോകാതെ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ദൈവത്തോട് ചേർന്നിരുന്ന് ഈ സഹനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് നിന്റെ ജീവിതത്തില് ഇതെല്ലാം നന്മയ്ക്ക് കാരണമായിട്ട് തീരും. പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ എന്താ പറ്റുന്നത്? വേദനയുണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയെ കുറ്റം പറഞ്ഞ് കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും നമ്മളൊക്കെ മാറാറുണ്ടല്ലേ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം, ദൈവത്തിനു വേണ്ടി ഏൽക്കുന്ന എല്ലാ സഹനങ്ങളും ജീവിതത്തില് നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് നിരാശപ്പെടാതെ, വേദനിക്കാതെ, തമ്പുരാനെ കുറ്റം പറയാതെ ജീവിതത്തിലെ ദുഃഖങ്ങള് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാം. അവയൊക്കെ എനിക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള കാൽപ്പാടുകളാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട്, അവയൊക്കെ സന്തോഷത്തോടുകൂടി പരാതി കൂടാതെ സഹിക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.